ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടാണ്. പുട്ടും പഴവും ചായയും കൂടെ കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പം നമ്മൾ തേങ്ങ ഓൾറെഡി ചിരകി വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മേസ് പൊടിയും ഇടുകയാണ്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി വെള്ളം അതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് പുട്ടിനുള്ള പൊടി പാകത്തിന് നനച്ചു കൊടുക്കണം. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ഓവറായിട്ട് കൂടി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് നനച്ചു കൊടുക്കുന്നത്. വെള്ളം ഓവറായാൽ അത് കട്ടയായി പോവുകയും ചെയ്യും. നനവ് കുറഞ്ഞാലും പുട്ട് നന്നാവില്ല. അഥവാ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോയാൽ നമുക്ക് കുറച്ചുകൂടെ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പം നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തേങ്ങ കുറച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ആ മിക്സിംഗ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്തിന് നമുക്ക് പുട്ടും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ചൂടാവാൻ വേണ്ടി വെക്കാം. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുട്ടും കുറ്റിയിലേക്ക് പുട്ടിട്ടിട്ട് വെക്കാം. പുട്ടുകുറ്റിയിലേക്ക് പുട്ടുപൊടിയൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ആദ്യം തേങ്ങ ഇടണം, എന്നിട്ട് വേണം പുട്ടുപൊടി ഇടാൻ. അങ്ങനെ തേങ്ങ പുട്ടുപൊടി ഇങ്ങനെ ലെയറാക്കി നമുക്കിടാം. എന്നിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ തേങ്ങ ഇടണം. അതായത് പുട്ടുപൊടിയുടെ ആദ്യം അവസാനം നമ്മൾ തേങ്ങയുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലെയറായിട്ട് പുട്ടുപൊടിയും ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ പുട്ടുകുറ്റി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് ആവി വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ വരെ ആവി പറക്കുന്നുണ്ട്. മുകളിൽ കൂടെ ആവി പറന്നു കഴിഞ്ഞാലും ഒരു 5 മിനിറ്റ് നമ്മൾ അത് വേവാൻ വേണ്ടി പിന്നെ തീ കുറച്ച് വെക്കണം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് പുട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് പുട്ടുപൊടി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അതും എടുത്തിട്ട് പുട്ടുണ്ടാക്കാം. അപ്പം ഞാൻ 2 സെറ്റാണ് ഉണ്ടാക്കുന്നത്. അകത്തൊന്നുണ്ടാക്കി രണ്ടാമത് കുറച്ചുകൂടി ഞാൻ ബാക്കിയുള്ളതുകൊണ്ട് അതും കൂടെ ഞാൻ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പുട്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ടു, പുട്ടുപൊടി ഇട്ടു, അത് സെറ്റാക്കിയിട്ട് പിന്നെ ആവി കയറ്റാൻ വേണ്ടി വെക്കുകയാണ്. അങ്ങനെ നമ്മൾ പുട്ടുപൊടിയൊക്കെ ഓൾറെഡി പുട്ടാക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇനി നമുക്ക് ചായ എല്ലാം വെക്കാം. അപ്പം പുട്ട് വേഗം ആകുന്ന വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം പുട്ടും ചായയും പഴവും എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിരിക്കും. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സെറ്റും കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. അങ്ങനെ ചായ വെച്ചു, ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ മധുരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആറ്റിയെടുക്കാം. കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്ലീനിങ് കൂടെ തീർക്കുകയാണെങ്കിൽ നമ്മുടെ പണി എപ്പോഴും എളുപ്പമായിരിക്കും. കുറേ അപ്പം തന്നെ മാറിക്കിട്ടും. കാരണം ക്ലീനിങ് ആണല്ലോ കുക്കിംഗ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സെറ്റിങ്. അപ്പോൾ വൃത്തിയാകുമ്പോൾ അപ്പം തന്നെയാണ് ഞാൻ വൃത്തിയാക്കി കൊടുക്കാറ്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ്? നിങ്ങൾക്ക് ഇഷ്ടമാണോ പുട്ടും പഴവും ചായ കഴിക്കാൻ വേണ്ടിയിട്ട്? ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയണേ. പുട്ടും പഴവും കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്തു കൂടെ നടക്കാൻ നല്ല രസമാണ്. അതിൻ്റെ കൂടെ മഴയും തണുപ്പും കൂടെ ആയാലോ പിന്നെ പറയുകയും വേണ്ട. അപ്പം ഞാൻ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്തോട്ട് നടക്കുകയാണ്. ഇങ്ങനെ പൂക്കളൊക്കെ നോക്കി, ചെടികളൊക്കെ നോക്കി, എന്തു ഭംഗിയാണ്. സോ യു ക്യാൻ ഓൾസോ എൻജോയ് ദ നാച്ചുറൽ ബ്യൂട്ടി. താങ്ക് യു.